ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇന്നൊരു ക്ലാസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊരു 10 ദിവസമായിട്ട് ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. പേഴ്സണലി കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ഒന്ന് അപ്ലോഡ് ചെയ്യാറുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു ക്ലാസ്സിലൂടെ നമുക്ക് തുടങ്ങാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സെൻറ്റൻസസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ സാധാരണ മലയാളത്തിൽ സംസാരിക്കുന്ന തരത്തിലുള്ള സെൻറ്റൻസസ് നമുക്ക് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ സാധാരണ കോൺവെർസേഷനിൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. സെൻറ്റൻസ്: അവൾ ഒരു ടീച്ചറായി ജോലി ചെയ്യുന്നു. അവൻ അതൊരു തമാശയായി പറഞ്ഞതാണ്. നിങ്ങളെ ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് ബഹുമാനിക്കുന്നത്. ഈ 3 സെൻറ്റൻസും നമുക്ക് എങ്ങനെ പറയാമെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പം അവൾ ഒരു ടീച്ചറായി ജോലി ചെയ്യുന്നു. അവൾ ഒരു ടീച്ചറായി ജോലി ചെയ്യുന്നു എന്ന് വെച്ചാൽ അവളുടെ ഒരു ജോലിയാണ് ഇവിടെ പറയുന്നത്. അവൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ഷീ വർക്ക്സ് എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ഷീ വർക്ക്സ്, അല്ലാതെ ഷീ ഈസ് വർക്കിംഗ് എന്നല്ല കേട്ടോ. ഇത് അവളുടെ ഒരു ഡെയിലി ജോലിയാണ് കാണിക്കുന്നത് കേട്ടോ. ഷീ വർക്ക്സ്. ഇനി ടീച്ചർ ആയിട്ടാണ് എന്ന് പറയാനായിട്ട് നമുക്കിവിടെ ആസ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. ആസ്. ഓക്കെ, ഷീ വർക്ക്സ് ആസ് എ ടീച്ചർ. സിമ്പിൾ ആട്ടോ. ഷീ വർക്ക്സ് ആസ് എ ടീച്ചർ എന്ന് വെച്ചാൽ അവൾ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. അവൻ അതൊരു തമാശയായി പറഞ്ഞതാണ്. ഇതെങ്ങനെ പറയാം നമുക്ക്? ഇത് നമുക്ക് ഈ ആസ് ഉപയോഗിച്ചിട്ട് പറയാവുന്ന കേട്ടോ. അവൻ, ഹി പറയാന്നുള്ളതിൽ നമുക്ക് ടോൾഡ് എന്ന് യൂസ് ചെയ്യാം അല്ലെ. ഹി ടോൾഡ് ഇറ്റ് ആസ് എ ഫൺ, തമാശയായിട്ട് എന്നുള്ള മീനിങ് കിട്ടാനാണ് നമ്മളിവിടെ ആസ് എന്ന് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഹി ടോൾഡ് ഇറ്റ് ആസ് എ ഫൺ, ഫൺ തമാശ. ഹി ടോൾഡ് ഇറ്റ് ആസ് എ ഫൺ, തമാശയായിട്ട്. ഓക്കെ, നിങ്ങളെ ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് ബഹുമാനിക്കുന്നത്. എങ്ങനെ പറയാം? അച്ഛനെ പോലെ. പോലെ എന്നുള്ള അർത്ഥം കിട്ടാൻ നമുക്ക് ആസ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളെ ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് ബഹുമാനിക്കുന്നത്. ബഹുമാനിക്കുക എന്നുള്ളതിന് റെസ്പെക്ട്. ഐ റെസ്പെക്ട് യു, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. എങ്ങനെ? ആസ് മൈ ഫാദർ. Okay, I respect you as my father. Okay, I respect you as my father. നിങ്ങളെ ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് ബഹുമാനിക്കുന്നത്, അച്ഛനെ പോലെയാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആസ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, എനിക്ക് ഇതൊരു സന്തോഷ വാർത്തയുണ്ട്. എങ്ങനെ നമുക്ക് പറയാം? എനിക്കുണ്ട്. ഐ ഹാവ് എന്നാണ് പറയാം അല്ലേ. ഐ ഹാവ്, എനിക്കുണ്ട്. എ ഗുഡ് ന്യൂസ്, എനിക്കിന്നൊരു സന്തോഷ വാർത്തയുണ്ട്. ഐ ഹാവ് എ ഗുഡ് ന്യൂസ്. എനിക്ക് ഇന്നൊരു സന്തോഷ വാർത്ത കിട്ടി എന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ കിട്ടി, ഐ ഗോട്ട്. കിട്ടി എന്ന് പറയാൻ ഐ ഗോട്ട്. എന്താ കിട്ടിയ? ഒരു സന്തോഷ വാർത്ത. ഐ ഗോട്ട് എ ഗുഡ് ന്യൂസ് ടുഡേ. ഐ ഗോട്ട് എ ഗുഡ് ന്യൂസ് ടുഡേ. അത് ചെയ്യാൻ ഞാൻ മറന്നു. ഇതെങ്ങനെ പറയാം? ഞാൻ മറന്നു. ഐ ഫോർഗോട്ട്. ഐ ഫോർഗോട്ട്, ഞാൻ മറന്നു. എന്ത്? അത് ചെയ്യാൻ. ടു ഡു ഇറ്റ്. അത് ചെയ്യാൻ ഞാൻ മറന്നു. ഐ ഫോർഗോട്ട് ടു ഡു ഇറ്റ്. നെക്സ്റ്റ്, നിനക്ക് എന്തുകൊണ്ട് മിണ്ടാതിരുന്നൂടാ. എങ്ങനെ പറയാം? നിനക്ക് എന്തുകൊണ്ട് മിണ്ടാതിരുന്നൂടാ. അപ്പൊ എന്തുകൊണ്ട് എന്നുള്ളതിന് വൈ. വൈ ഡോണ്ട് യു, എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയാം. എങ്ങനെയാ? വൈ ഡോണ്ട് യു. വൈ ഡോണ്ട് യു സിറ്റ് quietly. Why don't you sit quietly? നിനക്ക് എന്തുകൊണ്ട് മിണ്ടാതിരുന്നൂടാ. ഞാൻ ഇപ്പോൾ പണം അടയ്ക്കേണ്ടതുണ്ടോ, ചെയ്യേണ്ടതുണ്ടോ എന്ന് പറയാൻ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ? ഡു വെച്ചിട്ട് വേണം അല്ലേ. ഡു ഐ ഹാവ് ടു, ഞാൻ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നാട്ടോ. ഡു ഐ ഹാവ് ടു പേ, അടക്കുക. പണം അടക്കുക എന്നുള്ളതിന് പേ, ഇപ്പോൾ. Now, do I have to pay now? ഞാൻ ഇപ്പോൾ പണം അടയ്ക്കേണ്ടതുണ്ടോ? Do I have to pay now? പണം അടക്കാനുള്ള അവസാന തീയതി എന്നാണ്. അപ്പൊ അവസാന തീയതി എന്നാണെന്ന് എങ്ങനെ പറയാം? When is the last date? When is the last date to pay? When is the last date to pay? പണമടക്കാനുള്ള അവസാന തീയതി എന്നാണ്. When is the last date to pay? നെക്സ്റ്റ്, അവൻ നിന്നെ കളിയാക്കുകയാണ്. എങ്ങനെ പറയാം? അവൻ നിന്നെ കളിയാക്കുകയാണ്. അവൻ ചെയ്യുകയാണ്. ഹി ഈസ് എന്നാണ് അല്ലെ. ഹി ഈസ് മേക്കിംഗ് ഫൺ ഓഫ് യു എന്നാണ് പറയാട്ടോ. ഹി ഈസ് മേക്കിംഗ് ഫൺ ഓഫ് യു.
അവൻ നിന്നെ കളിയാക്കുകയാണ്. ഹി ഈസ് മേക്കിംഗ് ഫൺ ഓഫ് യു. പോകുന്ന വഴിക്ക് ഞാൻ നിന്നോട് പറയാം എന്ന് നമ്മൾ പറയാറില്ലേ? എന്തെങ്കിലും കാര്യം പോകുന്ന വഴിക്ക് ഞാൻ പറയാതെ എങ്ങനെ പറയാം നമുക്ക്? ആ ഐ വിൽ ടെൽ യു. പോകുന്ന വഴിക്ക് ഇങ്ങനെ പറയാം ഓൺ ദ വേ എന്നാണ് പറയാട്ടോ. ഐ വിൽ ടെൽ യു ഓൺ ദ വേ. ഐ വിൽ ടെൽ യു ഓൺ ദ വേ. പോകുന്ന വഴിക്ക് ഞാൻ പറയാം. നീ നിന്റെ വാക്ക് പാലിക്കണം എന്നോട് പറയാറില്ലേ? നീ നിന്റെ വാക്ക് പാലിക്കണം എങ്ങനെ പറയാം? യു കീപ് യുവർ പ്രോമീസ്. യു കീപ് യുവർ പ്രോമീസ് എന്ന് പറയാം കേട്ടോ. ഇനി ഒന്നും കൂടെ ഫോഴ്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് യു ഷുഡ് കീപ് യുവർ പ്രോമീസ് എന്ന് പറയാം കേട്ടോ. നെക്സ്റ്റ്, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. എങ്ങനെ പറയാം? ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. ഈ കീപ്പിന്റെ പാസ്റ്റ് ഫോം എന്താണ്? കെപ്റ്റ് അല്ലെ? അപ്പൊ ഐ കെപ്റ്റ് മൈ പ്രോമീസ്. കീപ്പ് പാലിക്കുക, കെപ്റ്റ് എന്താണ്? പാലിച്ചു. ഐ കെപ്റ്റ് മൈ പ്രോമീസ്. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. നെക്സ്റ്റ് ലാസ്റ്റത്തെ 3 സെന്റൻസ് ആട്ടോ. അവൻ നിന്നോട് സംസാരിച്ചില്ലെങ്കിലോ എങ്ങനെ പറയാം? അങ്ങനെ ചെയ്തില്ലെങ്കിലോ പറഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ വാട്ട് ഇഫ് വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട് കേട്ടോ. വാട്ട് ഇഫ് ഇനി എന്താണ്? സംസാരിച്ചില്ലെങ്കിലോ വാട്ട് ഇഫ് ഹി ഡസൻ ടോക്ക് യു. വാട്ട് ഇഫ് ഹി ഡസൻ ടോക്ക് ടു യു. അവൻ നിന്നോട് സംസാരിച്ചില്ലെങ്കിലോ വാട്ട് ഇഫ് ഹി ഡസൻ ടോക്ക് ടു യു. അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇതെങ്ങനെ ചോദിക്കാം നമുക്ക്? അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഹൗ എന്നാണല്ലേ ചോദിക്കാം. ഹൗ ഈസ് ഗോയിങ് തിങ്സ് ദർ. ഹൗ ഈസ് ഗോയിങ് എന്ന് വെച്ചാൽ എങ്ങനെ പോകുന്നു. ഹൗ ഈസ് ഗോയിങ് തിങ്സ്, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു. ഹൗ ഈസ് ഗോയിങ് തിങ്സ് ദർ. എളുപ്പമാണ് കേട്ടോ. നീ എന്തിനാണ് അവനെ പോകാൻ അനുവദിച്ചത്? എന്തിനാണ് അങ്ങനെ ചെയ്യാൻ അനുവദിച്ചത് എന്ന് എങ്ങനെ പറയാം? വൈ. വൈ ഡിഡ് യു. വൈ എന്ന് വെച്ചാൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്. സോ വൈ ഡിഡ് യു. അനുവദിക്കുക എന്നുള്ളതിന് ലെറ്റ്. വൈ ഡിഡ് യു ലെറ്റ് ഹിം ഗോ. വൈ ഡിഡ് യു ലെറ്റ് ഹിം ഗോ. നീ എന്തിനാണ് അവനെ പോകാൻ അനുവദിച്ചത്? അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു 15-20 സെന്റൻസുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പൊ ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ക്ലിക്ക് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളിത് നിങ്ങളുടെ കോൺവെർസേഷനിൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അറിയുന്നതൊക്കെ നമ്മൾ മാക്സിമം നമ്മുടെ സംഭാഷണങ്ങളിൽ യൂസ് ചെയ്യുക. അങ്ങനെ നമുക്ക് അറിയുന്ന സെന്റൻസുകൾ നമ്മൾ ടോക്കിൽ യൂസ് ചെയ്യുമ്പോൾ പുതിയ പുതിയ കുറേ സെന്റൻസുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാനും നമ്മുടെ സംസാരത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റുട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ലാംഗ്വേജിനെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.